ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത് നോക്കാം. എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ്, മിസ്റ്റിസിസം, കൺഫ്യൂഷൻ, കോംപ്ലാസൻസി, ഗ്രീസ്, ബോട്ടം ഒരു കാർഡ് കൂടെ എടുത്തു. ഗോസിപ്പ്, ബോട്ടം വന്നിട്ടുള്ളത് പെർഫെക്ഷൻ ആണ്. നമുക്ക് കാസിൽ, സോഡ്, മാട്രിക്സ്, സ്പേസ് ഷിപ്പ്, ഇതില് ബോട്ടം വന്നിട്ടുള്ളത് ഐ ആം ആൾവേസ് ഇനഫ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഡോണ്ട് ഡൗട്ട് യുവർ വർത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടം എനർജി എന്ന് പറയുന്നത്. ഇതില് നമ്മള് നമുക്കെന്തോ ഒരു കുറവുണ്ട് എന്നുള്ള ഒരു ചിന്തയുള്ള ആൾക്കാരുടെ എനർജിയാണിത്. നമ്മൾ അത്രയും ഒരു നമ്മളുടെ വർത്ത് നമ്മൾ മനസ്സിലാക്കാനില്ല. നമുക്ക് എത്ര മൂല്യം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ നമ്മൾ എപ്പോഴും ചിലപ്പോൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സെൽഫ് ഡൗട്ടാണ്, ഞാൻ മതിയോ, അല്ലെങ്കിൽ എനിക്ക് നമ്മൾ ആദ്യം നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ മറ്റൊരാളിനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്ത് കളയുക. നമ്മൾ ഓരോ മനുഷ്യരും ഭൂമിയിൽ യുണീക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരാളും നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റൂല. നിങ്ങളെ മാത്രമാണ് ദൈവം നിങ്ങളെ പോലെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പം മറ്റൊരാളിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ എങ്ങനെയാണ് പറ്റണത്? ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്കുള്ളത് കൊണ്ടും നിങ്ങൾക്കത് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു വിഷമായിരിക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരാളിനെയും കമ്പയർ ചെയ്ത് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ പലപ്പോഴും നമ്മൾ എനിക്കിത് മതിയോ, ഞാൻ അത്ര ഓക്കെ അല്ല, കോൺഫിഡൻസ് ശരിക്കും കുറവുള്ള ആൾക്കാരുടെ എനർജിയാണ്. പിന്നെ ഇതില് ബോട്ടം വന്നിട്ടുള്ളത് പെർഫെക്ഷനാണ്. അപ്പോൾ നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിക്കൊണ്ട്, പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആ ഒരു ഇതിലേക്ക് ഞാൻ ശരിയായോ, ഞാൻ ചെയ്തത് ശരിയായോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ശരിയാക്കേണ്ടതായിരുന്നു, അങ്ങനത്തെ ഒരു ചിന്തയിൽ നമ്മളുള്ള കാര്യങ്ങളും കൂടി പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു രൂപത്തിൽ, ആ ഒരു ഭാവത്തിൽ, ആ ഒരു ഇതിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. പക്ഷെ അത് കമ്പാരിസൺ അല്ല അതിന് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളെ സെൽഫ് വർത്ത് നിങ്ങൾ ഒരിക്കലും കളയരുത്. നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യം കിട്ടിയിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പം നമ്മൾ
നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക, നന്ദിയോടെ ഇരിക്കുക എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ, നമുക്കിതുവരെ കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളും നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഞാൻ ഈ ഒരു നിമിഷം എനിക്ക് എന്തൊക്കെ എൻ്റെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നല്ല വസ്ത്രമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നമുക്ക് വീടുണ്ട്, വാഹനമുണ്ട്. അപ്പോൾ നമുക്കുള്ള കാര്യങ്ങളെ എണ്ണി എണ്ണി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നമുക്കില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വരും എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയും തോറും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ആ ഒരു സാഹചര്യം ദൈവം ഒരുക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയോടെ ഇരിക്കുക. ഈ നന്ദി പറയുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ ഉയരുകയാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ആക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും, ഇന്നത്തെ ദിവസമല്ല, എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് മിസ്റ്റിസിസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ ശക്തമാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം നല്ല പ്രാർത്ഥനയിലോ മെഡിറ്റേഷനിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ, നിങ്ങൾ ആ നിശബ്ദമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാ ഉത്തരങ്ങളും വരും, വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്ത് ഉത്തരങ്ങൾ തേടുന്ന ആൾക്കാർക്കാണ് ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം വരും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുന്നത്. നിങ്ങൾക്കൊരു മിസ്റ്റിക് പവർ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെയാണ് അത് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നതെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ല, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിലൊരു മൂടൽ മഞ്ഞിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകണ്ട. സോറി, കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുന്നത് വരെ ക്ഷമയോടെ ഇരിക്കുക. അപ്പോൾ അത് ഈ ദൈവം തന്നെ അതിനെ വ്യക്തമാക്കി തരും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും, അതെന്താവും, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമയം നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുക, എടുക്കാതിരിക്കുക. ഇന്നത്തെ ദിവസം ഒരു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ്, അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കോംപ്ലാസൻസിയാണ് വന്നിട്ടുള്ളത്. ഒരു അലസത ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ. കാരണം നിങ്ങൾക്ക് ഉയരാൻ പറ്റും, പക്ഷെ ചില സമയം നമ്മൾ ആ ഒരു പഴയ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. നമുക്കതൊന്ന് വിട്ട് വെളിയിലിറങ്ങാൻ നമുക്ക് താല്പര്യം ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അലസതയൊക്കെ വെടിഞ്ഞ് ഒന്ന് മുന്നോട്ട് പോകണം എന്നാണ് ഭഗവാൻ പറയണത് കേട്ടോ. നിങ്ങളൊന്ന് ആക്റ്റീവായി മുന്നോട്ട് പോവുക. കാരണം ചിലപ്പോൾ എപ്പോഴും ആൾക്കാർക്ക് ഒരു മാറ്റം ഭയപ്പെടുന്ന ആൾക്കാരാണ്. ഇനി അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച്, എന്നാൽ ഇപ്പം ഇതെൻ്റെ കംഫർട്ട് സോണാണല്ലോ, റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ മാറ്റം അപ്പോൾ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്താണ് എന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ വന്നിട്ടുള്ളത് ഗ്രീഫാണ്. അപ്പോൾ ഇതിൽ പഴയ മുറിവുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങളും ഒക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. നിങ്ങൾ അത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ വലിയ വിഷമമുണ്ട്, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നഷ്ടമുണ്ട്. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് ആലോചിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്നത് അംഗീകരിച്ച് നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. എനിക്ക് ഈ ഒരു കാര്യം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇല്ല, അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് സമർപ്പിക്കുക. അത്
ഡിവൈനോട് തന്നെ പറയുക, എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തീരുമാനം എടുക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് പറ്റുന്നില്ല, ഇത് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. അതിനാണ് ഈ സമർപ്പണമാണ് സറണ്ടറിങ് എന്ന് പറയുന്നത്. പല ആൾക്കാരും ചോദിക്കുക എന്താണ് സറണ്ടറിങ്. നമ്മൾ ദൈവത്തിലേക്ക് അർപ്പിച്ചു കൊടുക്കുക. എനിക്ക് അറിഞ്ഞൂടാ, ഇതിൻ്റെ തീരുമാനം എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പറ്റുന്നില്ല. അപ്പം എന്താണ് അവിടുത്തെ തീരുമാനം, എന്താണ് അത് മതി എന്ന് വിചാരിച്ച് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ദുഃഖം ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള, ഏറ്റവും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന എന്തോ ഒരു കാര്യം, അത് അങ്ങ് അതിനി കിട്ടൂല എന്നുള്ളൊരു വിഷമമാണ്, അതെന്താവും എന്നുള്ളൊരു ഉത്കണ്ഠയാണ്, അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങൾ ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടല്ലോ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് നമ്മൾ സമർപ്പിച്ചു കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ ഗോസിപ്പാണ്. മറ്റുള്ളവർ ചിലപ്പോൾ ഇന്ന് നിങ്ങളോട് ഫോൺ വിളിച്ച് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലും പറയുന്ന ഒരു കാര്യം നിങ്ങളെ അറിയിച്ചേക്കാം. പിന്നെ അപ്പം അതിലിങ്ങനെ വിഷമിച്ചിരിക്കണ്ട. അയ്യോ എന്നാലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അവരങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ചിലപ്പോൾ വേറെ ആര് പറഞ്ഞാലും ചിലപ്പോൾ അവരങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നാൽ അങ്ങനെ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് അവരുടെ അഭിപ്രായമാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളെ ബാധിക്കരുത്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയുകയും ചെയ്യരുത്, കേൾക്കുകയും ചെയ്യരുത്. അത് അനാവശ്യമായിട്ടൊരു കാര്യം മറ്റൊരാളിനെ കുറിച്ച് പറയാനോ അത് കേൾക്കാനോ നിൽക്കരുത്. ചിലപ്പം നമുക്ക് ഇപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അറിയാനോ ഒക്കെ ഉള്ളൊരു ത്വര ഉണ്ടായിരിക്കും എല്ലാവർക്കും. അത് പൊതുവേ എല്ലാവർക്കും അല്ല, ഏകദേശം ആൾക്കാർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ, ഇപ്പം സ്ഥിരം കേൾക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ അത് കേൾക്കാറുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് എൻജോയ് ചെയ്യാറുമുണ്ട്. അപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ ഇന്ന് തിരുത്തും, അയ്യോ ഇത് വേണ്ടല്ലോ, ഞാൻ എന്തിനാണ് ഇപ്പം ഇത് കേൾക്കേണ്ട ആവശ്യം എന്താണ്. അപ്പം നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും തോറും നമ്മളുടെ ഈ ഒരു സ്വഭാവം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടില്ല, അവരുടെ എനർജി എടുക്കേണ്ട എനിക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ സ്വയം ചിന്തിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിച്ച് വയ്ക്കണം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. മാത്രമല്ല നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ എനർജി എടുക്കണ്ട, ഇന്ന് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച് സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ നോക്കിയതാണ് പെർഫെക്ഷനാണ്. അപ്പം ഇതിൽ നമ്മളെപ്പോഴും പൂർണ്ണത തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഓരോ ദിവസവും നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദൈവം. അപ്പം നമ്മൾ കമ്പയർ ചെയ്യും, അവർക്ക് അങ്ങനെ കിട്ടി എനിക്കില്ലല്ലോ, എനിക്കത് പെർഫെക്റ്റ് ആകാൻ പറ്റുന്നില്ലല്ലോ, മറ്റൊരാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിന്ന് മനസ്സിലാക്കുക, നമ്മൾ ഓരോ ദിവസവും നമ്മളിൽ പുരോഗതി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഓരോ ദിവസം പെർഫെക്റ്റ് ആയിരിക്കണം, ഇത് നമ്മൾ പൂർണ്ണരായിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് ഒരു ദിവസത്തിൽ കുറച്ചെങ്കിലും നമുക്ക് പുരോഗതി ഉണ്ടോ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, ജീവിത രീതിയിൽ, അത് മാത്രം മതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കാസിലാണ് വന്നിട്ടുള്ളത്, ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ് നോട്ട് വാർ ആണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യേണ്ട സമയമല്ല, നമ്മൾ സമാധാനത്തിൻ്റെ സമയമാണ്, ഇത് ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മളുടെ ഉള്ളിലുള്ള വേദനയും കോപവും ഒക്കെ വിട്ടുകളയുക, അത് വിട്ടുകൊടുക്കുക. വിട്ടുകളയുന്നില്ല, നമ്മൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ ക്ഷമയും സ്നേഹവും ഒക്കെ തിരഞ്ഞെടുക്കണം. ഇന്ന് അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ യുദ്ധം ചെയ്തു ഞാൻ ഇന്ന് ഇത് ചെയ്ത് ജയിക്കും, അങ്ങനെയല്ല. ഇന്ന് ഞാനിത് വിട്ടുകൊടുക്കും, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇത് ഞാൻ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുമെന്ന് മാത്രം വിചാരിക്കുക. പഴയ ഓർമ്മകൾ അല്ലെങ്കിൽ പഴയ വേദനകളൊക്കെ ഹീൽ ചെയ്യാൻ സമയമെടുക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത് എപ്പോഴും സമാധാനത്തിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾ ശാന്തമായിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കാൻ ശ്രമിക്കുക. സോഡാണ്, മേക്ക് എ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് ആയിരിക്കാം, ആറ്റിറ്റ്യൂഡിലെ ചേഞ്ച് ആയിരിക്കാം, അപ്പിയറൻസിലെ ചേഞ്ച് ആയിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും
അനിവാര്യമായ ഒരു മാറ്റം വേണം ഏതൊക്കെയോ തലങ്ങളിൽ കേട്ടാ. ഏതിലാണെന്ന് പറയാൻ പറ്റില്ല. ഏതൊക്കെയോ തലങ്ങളിൽ അത് ചിന്തകളായിരിക്കാം, ഭയമായിരിക്കാം. ഇതിൽ ഈ ഇതൊരാള് ഹെയർ കട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഹെയർ കട്ട് ചെയ്ത് കളയുന്നതിലൂടെ അത് നമ്മൾ വിചാരിക്കുന്നു അത് നമ്മൾ തന്നെ ഉള്ളതാണെന്ന്, അത് മുറിച്ച് മാറ്റാൻ പറ്റില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല, അത് മുറിച്ച് മാറ്റി നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ ചില ആൾക്കാർ നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരു മാറ്റം വരുത്താൻ ഹെയർ കട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ്ങോ അതൊക്കെ മാറ്റുന്നു എന്നുള്ള, ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ മേക്കപ്പും ഒക്കെ മാറ്റുന്നു എന്നാണ്, ആറ്റിറ്റ്യൂഡും ഒക്കെ സംസാര രീതിയൊക്കെ മാറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പിയറൻസിൽ മാറ്റം വരുന്നു. അപ്പം അപ്പിയറൻസിൽ മാറ്റം വരുന്ന നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടൂട്ടാ. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട്. സ്പേസ് ഷിപ്പാണ് വന്നിട്ടുള്ളത്. ഡോണ്ട് ബി അഫ്രൈഡ് ടു സിങ് ആണ് ഇതില്. ഈ ഒരു സമയം നിങ്ങൾ എന്താണെന്ന് ലോകം അറിയാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. നമ്മളുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ദൈവത്തിന്റെ ആ ഒരു ഭാഗമാണ്. സെയിം എനർജിയാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്നത്. അത് നമ്മളുടെ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാന്നാണ് കാണുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കഴിവുകൾ നമ്മൾ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ചെറുതാക്കി കാണരുത്. നിങ്ങളിലുള്ള പ്രകാശം മറച്ചു വെക്കരുത്. നിങ്ങൾക്ക് പല കഴിവുകളുണ്ടായിരിക്കും, അത് പുറത്തു വരട്ടെന്ന് വിചാരിക്കുക. നമ്മൾ കൊണ്ടുവരും. ഇപ്പൊ പ്രായമൊന്നും അതൊന്നും കണക്കാക്കുകയണ്ട. പാടാനോ ഡാൻസ് ചെയ്യാനോ വരയ്ക്കാനോ എഴുതാനോ വേറെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് പ്രായമൊന്നും നോക്കണ്ട, നിങ്ങളത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോ സ്റ്റാർ ബോൺ ആണ്. ദ റിവർ. ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് സ്റ്റാർ ബോൺ ആണ്. അപ്പോ ഇതില് നിങ്ങൾക്ക് ഒരു ജന്മസിദ്ധമായ കഴിവുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്ത് തീർക്കേണ്ടുന്ന എന്തോ ദൗത്യമുണ്ട്. എന്തോ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പിന്നെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ, കുറെ കഴിവുകളും കൊണ്ടായിരിക്കും വന്നത്. അത് വെച്ച് ചിലപ്പം ഇവിടെ കുറെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കർമ്മ ഉണ്ടാവാം. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് ഫുൾഫിൽ ചെയ്യാത്ത എന്തെങ്കിലും കർമ്മ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ കൊണ്ടായിരിക്കാൻ വന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ ആത്മാവ് ഒരു വലിയ ലക്ഷ്യത്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണിത്. മാത്രമല്ല നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകളെ ലോകം മൊത്തം അറിയിക്കണം. അതാണ് ഈ സ്പേസ് ഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നതെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല, നിങ്ങൾ തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഇത് മാത്രമല്ല ഒരു ആത്മീയ വളർച്ചയ്ക്കും ഒരു ഓരോ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഒരു പുതിയ പാതയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഒരു റിവറാണ്. അപ്പൊ റിവർ എന്ന് പറയുന്നത് ഒരു ഒരു ഒഴുക്കുണ്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ആ ഒഴുക്കിനൊപ്പം നിങ്ങൾ ജീവിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഒഴുക്ക് തടസ്സപ്പെടും. അപ്പൊ സ്വാഭാവികമായ ആ ഒരു ഒഴുക്കിനൊപ്പം നിങ്ങൾ പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ദൈവം നയിക്കും. ആ ഒരു ഒഴുക്കിൽ ഞാൻ ആ ഒരു ഫ്ലോയിൽ എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു കുറച്ച് വിശ്വാസം നിങ്ങൾക്ക് വേണം. പിന്നെ മാറ്റങ്ങളെ സ്വീകരിക്കാൻ ശ്രമിക്കണം. പല പഴയ ചിന്തകളും ഭാരങ്ങളും ഒക്കെ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ ഇതില് നിങ്ങളുടെ ആ ഒരു ആത്മാവിന്റെ
യഥാർത്ഥത്തിലുള്ള ആ ഒരു ദൗത്യത്തിലേക്ക് പോകാൻ നിങ്ങൾ നിങ്ങളെ അനുവദിക്കുക. നിങ്ങൾ പഴയ ഭയവും വിഷമവും ടെൻഷനും പ്രശ്നങ്ങളുമായിട്ട് പോയാൽ ഈ ദൗത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പോലും പറ്റൂല. അപ്പൊ അതുകൂടി മനസ്സിലാക്കുക. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് എന്നുള്ളൊരു ദൗത്യം നിങ്ങൾ ഉടനെ തന്നെ അറിയാനിരിക്കുന്നു, തിരിച്ചറിയാനിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ആൾക്കാരും, ഇത് കാണുന്ന എല്ലാ ആൾക്കാരും ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞ ആൾക്കാരായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ ഭൂമിയിൽ ഈ ഒരു ജന്മം എടുത്തത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റാർ ബോൺ ആണെന്ന് തന്നെ മനസ്സിലാക്കുക. ഒരു ദൗത്യത്തിന് വേണ്ടി വന്ന ആൾക്കാരാണ്. ആ ദൗത്യം എന്താണെന്ന് ഉടനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കും. ഇത് ഇപ്പോഴത്തെ ആ ഒരു ഒഴുക്കിൽ പോയാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളത് തിരിഞ്ഞ് നടക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നദി ഒഴുകുന്നത് ആ ഒരു ഫ്ലോയിൽ നമ്മളും അതേപോലെ പോകാനാണ്. അത് തിരിഞ്ഞ് നമ്മൾ ഇത് വേണ്ട എന്ന് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല സ്വാഭാവികമായി തന്നെ മുന്നോട്ട് പോയാലേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ എന്നാണ് ഇതിൽ ഈ ഒരു കാർഡുകൾ പറയുന്നത്. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.